الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈർ വർദ്ധിപ്പിച്ച് നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണാനന്തര ജീവിതവും അള്ളാഹു ആനന്ദകരമായി തന്നെ അള്ളാഹു കഴിച്ചു കടത്തി തരട്ടെ. ജീവിതത്തിൽ മനുഷ്യൻ മറ്റുള്ളവരോട് പല നിലക്കുള്ള കടപ്പാടുകൾ ഉള്ളവനാണ്. ബന്ധങ്ങൾ ഉള്ളവനും അത് പുലർത്തേണ്ടവനുമാണ്. എന്നാൽ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളും കടപ്പാടുകളും എല്ലാവരോടും എല്ലാ അളവിലും ഒരേ അളവിലല്ല, വ്യത്യസ്തമായ രീതിയുണ്ട്, ഭാവങ്ങളുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട്, ആ സ്നേഹം പലർക്കുമായി നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാവരോടുമുള്ള സ്നേഹപ്രകടനം ഒരേപോലെയല്ല. ഭാര്യമാരോട് നമുക്ക് സ്നേഹമുണ്ട്, അതിൻ്റെ പ്രകടനം വേറെയാണ്. മക്കളോട് നമുക്ക് സ്നേഹമുണ്ട്, അവരോട് കാണിക്കുന്ന പ്രകടനം വേറെ രൂപത്തിലാണ്. മാതാപിതാക്കളോട് നമുക്ക് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കുന്നതിൻ്റെ രൂപം വേറെയാണ്. അതുപോലെ മാതൃ സഹോദരി സഹോദരന്മാർ, പിതൃ സഹോദരി സഹോദരന്മാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ. അതുപോലെ നമ്മുടെ കൂട്ടുകാർ, ആ കൂട്ടുകാർ തന്നെ പല ലെവലിലുള്ള ആളുകളാണ്. അവരോടൊക്കെയുമുള്ള ബന്ധങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം അത് വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ പ്രകടനങ്ങൾ മരണാനന്തരവും, ആരെങ്കിലും ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മറ്റേയാൾ പ്രകടിപ്പിക്കുന്ന പ്രകടനവും ഇതുപോലെ വ്യത്യസ്തങ്ങളാണ്. മരണത്തിൻ്റെ ശേഷവും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ നമ്മൾ പോയി ഒന്ന് കാണും. ആ സമയത്ത് സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് എന്ന് പറയുന്ന സുന്നത്താണ്. സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നൊന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിനെ, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയൽ സുന്നത്താണ് മയ്യത്ത് കാണുമ്പോൾ. അങ്ങനെ മയ്യത്ത് കാണൽ മാത്രമല്ല, ചില ആളുകൾ ആ മയ്യത്തിനെ തൊടുന്നത് കാണാം, ചില ആളുകൾ ആ മയ്യത്തിനെ ചുംബിക്കുന്നത് കാണാം. ഈ തൊടലും ചുംബിക്കലും എല്ലാവർക്കും ഒന്നും പറ്റൂല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ജീവിതകാലത്ത് തൊടലും ചുംബിക്കലും പാടുള്ളവരാരാണ്? അവരെ മാത്രമേ മരിച്ചതിന്റെ ശേഷം മയ്യത്തായിരിക്കവേ നമ്മൾ അവരെ തൊടാനും ചുംബിക്കാനും പാടുള്ളൂ. കൂട്ടുബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ പലതരത്തിലുണ്ട്. കണ്ടാൽ പരസ്പരം ആലിംഗനം ചെയ്യുന്നവരുണ്ട് സ്നേഹം കൊണ്ട്, അതുപോലെ ചുംബിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കൈകോർത്ത് പിടിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ തോളിൽ കൈവച്ച് ആശ്ലേഷിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതുപോലെ മക്കളെ കണ്ടാൽ നമ്മൾ ചുംബിക്കാറുണ്ട്, മാതാപിതാക്കളുടെ നെറ്റിയിൽ ചുംബിക്കാറുണ്ട്, അവരുടെ കൈ പിടിച്ച് ചുംബിക്കാറുണ്ട്, അവരുടെ കാൽപാദം ചുംബിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ അവരോട് കൊടുക്കുന്ന സ്നേഹാദരങ്ങളുടെ, ബഹുമാനങ്ങളുടെ അടയാളമാണ്. എന്നാൽ ഇവിടെ കാണാൻ കഴിയുന്ന നല്ല ഒരു സ്നേഹപ്രകടനം മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ അവിടുത്തെ വഫാത്ത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ വഫാത്ത് ഉറപ്പിച്ചത് ഒരു സഹോദരി അസ്മാ ബീവി വന്നിട്ടാണ്. അവിടുത്തെ ഖാത്തമുൻ നുബുവത്ത് തടവി നോക്കി, അത് ഉള്ളിലേക്ക് വലിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അതിലൂടെയാണ് അവിടുത്തെ വഫാത്ത് തിരിച്ചറിഞ്ഞത്. മറ്റൊരടയാളവും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആകട്ടെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, വഫാത്ത് ഉറപ്പിച്ചു. വിവരം കേട്ടുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആ രംഗം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിലൂടെ അന്ന അബൂബക്കർ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയെ ചുംബിച്ചു. ബഅദ മൗതിഹി, അവിടുത്തെ വഫാത്തിന്റെ വേർപാടിന്റെ ശേഷം. വഖാല, ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മാ അത്യബക ഹയ്യൻ വമാ അത്യബക മയ്യിതാ, ജീവിച്ചിരിക്കുമ്പോഴും എന്തൊരു പരിമളമായിരുന്നു, എന്തൊരു പരിശുദ്ധിയായിരുന്നു നബിയെ,
അങ്ങ് വഫാത്തായതിന്റെ ശേഷവും അങ്ങേക്ക് എന്തൊരു പരിമളമാണ്, അങ്ങേക്ക് എന്തൊരു പരിശുദ്ധിയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തിരുദൂതരെ ചുംബിച്ചതിന്റെ ആ ഒരു ആനന്ദം കൊണ്ട് മഹാനവറുകൾ പറയാം, ജീവിച്ചിരിക്കുമ്പോഴും എന്തൊരു പരിമളം, എന്തൊരു പരിശുദ്ധി, മരിച്ചിട്ടും എന്തൊരു പരിശുദ്ധിയും എന്തൊരു പരിമളവും എന്ന് പറഞ്ഞ് അത്ഭുതത്തിന്റെ വാക്ക് തിരുനബിയോടായിട്ടുള്ള അഭിസംബോധനമായിട്ടാണ് വിധങ്ങളോടാണ് സംസാരം. അപ്പൊ മയ്യത്തിനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, മയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന റൂഹ് അത് ശരീരത്തിൽ നിന്ന് ഇറങ്ങി വേർപെട്ടു എന്നാണ്. നേരത്തെ കുഞ്ഞായിരിക്കവേ 4 മാസം ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഈ കുഞ്ഞ് ശരീരമായി രൂപപ്പെട്ടു വന്നപ്പോ അതിലേക്ക് റൂഹ് വന്നിട്ട് കയറിയതാണ്. ആ കയറിയ റൂഹ് അങ്ങ് ഇറങ്ങി ശരീരത്തിൽ നിന്ന്, ബോഡി ഫ്രീ ആയി. എന്നാൽ ഈ ബോഡിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള റൂഹ് അത് മരിക്കുന്നുണ്ടോ? ഇല്ല, അത് മരിക്കില്ല. ആ റൂഹ് അങ്ങനെ തന്നെ ഉണ്ട്. ആ റൂഹും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുമോ? ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആയ ശേഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം നമ്മൾ ഈ സംസാരിക്കുന്നത് വെറും ബോഡിയോടല്ല, ഈ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന റൂഹിനോട് കൂടിയാണ്. ആ റൂഹും ശരീരവും കൂടിയാണ് നമ്മളുമായി ബന്ധപ്പെട്ടത്. അതിന്റെ വർത്താനാണ് ഈ പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖുൽ അക്ബർ ചുംബിക്കുകയും തിരുനബിയോടായി സംസാരിക്കുകയും ചെയ്തു എന്നാണ് കാണുന്നത്. ഈ ചുംബനം ശരീഅത്തുൽ ഇസ്ലാമിലെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നല്ല, ചില ആളുകളെ ചുംബിക്കുന്നത് പുണ്യവുമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനം ബേസ് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതകാലത്ത് പരസ്പരം തൊടാനും ചുംബിക്കാനും പറ്റിയവർക്ക് മാത്രമേ മയ്യത്തായതിന്റെ ശേഷവും അവരെ തൊടാനും ചുംബിക്കാനും പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തഖ്ബീലുൽ ഹയ്യ ലിൽ മയ്യിത്ത് ലിൽ വിദാ, മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചുംബിക്കുകയാണ്. എന്തിന്റെ ചുംബനം? അന്ത്യചുംബനമാണ്. ഇവിടെ യാത്ര പറയുന്നതിന്റെ യാത്രയാക്കലിന്റെ ചുംബനമാണ്. അത് ശറഈൽ ജായിസാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. കുടുംബക്കാരാണെങ്കിൽ അതൊരു ഇഷ്ടകരമായ പ്രിയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത കുടുംബക്കാരാകുമ്പോൾ വാപ്പയാണ്, ഉമ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളാണ്, അല്ലെങ്കിൽ എളാമ്മയാണ്, മൂത്തമ്മയാണ്, അല്ലെങ്കിൽ വേളാപ്പയാണ്, മൂത്താപ്പയാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കേണ്ട കുടുംബക്കാരില്ലേ, അവരാണെങ്കിൽ അത് ജായിസ് എന്നതിലൂടെ മാത്രമല്ല, അതിൽ നിന്ന് ഒന്നും കൂടി കയറി അതൊരു മുസ്തഹബായ സുന്നത്തിലേക്ക് എത്തുന്ന ഒരു കർമ്മമായി മാറുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഖബ്ബല ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ നബിയും സഹാബാക്കളും. ഹിജ്റ പോയ ശേഷം ആദ്യമായി മരണപ്പെടുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. മാത്രമല്ല, ആ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബി നബി തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഒരു കൂട്ടുകാരനെ പോലെ. ഇങ്ങനെയുണ്ടല്ലോ ചങ്ങാതിമാർ, എല്ലാവരും ഒരേപോലെ ആയിരിക്കൂല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ വല്ലാത്തൊരു ചങ്ങാതിപ്പാടുണ്ടായിരുന്നു തിരുനബിയായിട്ട്. പക്ഷെ അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ വഫാത്താകുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വലിയ സങ്കടമായിരുന്നു, വിഷമായി. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ വഫാത്തായ പിറകെ തിരുനബി ചെന്നിട്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഖബ്ബല ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ ചുംബിച്ചു. വഹുവ മയ്യിത്തുൻ, ഉസ്മാൻ മരിച്ചു കിടക്കുകയാണ്. വഹുവ യബ്കി, നബി തങ്ങൾ കരയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ കരച്ചിൽ വരും, അവര് ചുംബിക്കും നമ്മൾ. അതൊക്കെ അതിന്റെ പ്രകടനങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വിഷയകമായിട്ട് പറയാണ്, യജൂസു ലി അഹ്ലിൽ മയ്യിത്ത്, മയ്യത്തിന്റെ അഹ്ലുകാർ, മയ്യത്തിന്റെ പുറക്കാർ, ആ മയ്യത്തായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആൾക്കാരുണ്ടല്ലോ. പാപ്പയാണെങ്കിൽ മക്കളും ഭാര്യയും, ഭാര്യയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഭർത്താവും മക്കളും, മക്കളാണെങ്കിൽ മാതാപിതാക്കൾ, മാതാപിതാക്കളാണെങ്കിൽ മക്കൾ. ഇങ്ങനെയുള്ളതാണല്ലോ കുടുംബക്കാർ, ഒരു പുറക്കാരെന്ന് പറയുന്ന ആള്. മയ്യത്തിന്റെ അഹലുകാരായിട്ടുള്ള ആളുകൾക്ക് അനുവദനീയമാണ്. മയ്യത്തിന്റെ കൂട്ടുകാർക്കും അനുവദനീയമാണ്. തഖ്ബീലു വജ്ഹിഹി, ആ മയ്യത്തിന്റെ മുഖം ചുംബിക്കുക. അത് നെറ്റിയിലാവാം, കവിളിലാവാം, ആ മയ്യത്തിന്റെ മുഖത്തെവിടെയെങ്കിലും ആകാം. അങ്ങനെ ചുംബിക്കുന്നത് അനുവദനീയമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുകയാണ്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലോ അവരിൽ നിന്ന് പരസ്പരം ഒരാൾ മരിച്ചാൽ മറ്റേയാൾക്ക് ചുംബിക്കാമോ എന്ന് ചോദിച്ചാൽ ചുംബിക്കാം, അതിനും വിരോധമില്ല. അന്ത്യചുംബനം നടത്തണം എന്നൊരു ഭാര്യയ്ക്ക് ആഗ്രഹമാണ്. മയ്യത്ത് ഭർത്താവാകുന്ന മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഭാര്യ പറയുന്നത് എനിക്കൊന്നുകൂടി ആ മുഖം ഒന്ന് കാണണം എന്നാവശ്യപ്പെട്ടാൽ നമ്മൾ അവിടെ മടിച്ചു നിൽക്കാൻ പാടില്ല. വേറെ ആ മയ്യത്തിനൊന്ന് തുറന്ന് ആ ഭാര്യയ്ക്ക് ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം. അവൾ അതിൽ നിന്ന് അന്ത്യചുംബനം അർപ്പിക്കുകയാണെങ്കിൽ അർപ്പിക്കട്ടെ, അത് അനുവദനീയമാണ്. പക്ഷെ ചിലർ വിചാരിച്ചത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അങ്ങോട്ട് ഈ വഴിക്ക് വരാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്. അങ്ങനെയല്ല, ആ മയ്യത്തിനെ തൊടാം, മയ്യത്തിനെ ചുംബിക്കാം. അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ മയ്യത്ത് ഒതുപിടിപ്പിച്ച് കഴിഞ്ഞതല്ലേ, പിന്നെ അതിന്റെ ശേഷം ഭാര്യമാരെ തൊട്ടാൽ ഒതു മുറിയൂലേ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയാണോ? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാൽ ഒതു മുറിയും. അപ്പൊ ഇത് മയ്യത്തിനെങ്ങനെ തൊടുക? അപ്പൊ കുളിപ്പിച്ചതൊക്കെ ബാത്തിലാവൂലേ, പിന്നെ ഒതു എടുത്തത് ബാത്തിലാവൂലേ? അങ്ങനെയല്ല. മയ്യത്തിന്റെ മയ്യത്തിനെ നമ്മൾ ഒതുപിടിപ്പിച്ചു കൊടുത്ത് കുളിപ്പിച്ചു കൊടുത്താൽ ആ മയ്യത്തിന്റെ കുളിയും ഒതുവും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് നമ്മളെ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ നിയമം പോലെ തൊട്ട ഒതുമുറിയുടെ പ്രശ്നമല്ല. അവിടെ ഭാര്യ വന്ന് തൊട്ടു, മയ്യത്തിന്റെ ഒതുമുറിയോ? ഇല്ല. ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ ഭർത്താവ് വന്നിട്ട് ഭാര്യയെ ചുംബിച്ചു കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാ ഒതുമുറിയോ? ഈ മയ്യത്തിന്റെ ഒതു മുറിയൂല, പക്ഷേ ചുംബിച്ചവന്റെ ഒതു മുറിയും. അവർ ജീവിതത്തിൽ തൊട്ടാ ഒതു മുറിയുന്നവരാണെങ്കിൽ ഭാര്യയെ തൊട്ടാ ഒതു മുറിയുന്നത് പോലെ ഭാര്യയെ ചുംബിച്ചാൽ ഭർത്താവിന്റെ ഒതു മുറിയും. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ വന്ന് തൊട്ടാ ഭാര്യയുടെ ഒതു മുറിയും, എന്നല്ലാതെ മയ്യത്തിന്റെ ഒതു അവിടെ മുറിയില്ല. ഇനിയോ ജീവിതത്തിൽ പരസ്പരം കാണാനും പെടാനും പറ്റിയ തൊടാനും പറ്റിയ ആളുകളാണ്. ഇപ്പൊ നമ്മളെ ഉമ്മനാണ്, ഒന്നാണോ ഒന്ന് പെണ്ണുമാണ്. പക്ഷെ ഉമ്മാനെ ചുംബിച്ചാലും ഈ പറഞ്ഞ പോലെ ഒലവും മുറിയില്ല, അത് പുണ്യകർമ്മമാണ്. ബാപ്പാനെ മകള് വന്നിട്ട് ചുംബിക്കുകയാണ്, ഒലവും മുറിയില്ല, അത് പുണ്യവുമാണ്. അതുപോലെ തന്നെ എളാപ്പ മുത്താപ്പ, അതുപോലെ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തി, അതൊക്കെ നമുക്ക് തൊടുന്നത് അനുവദിക്കപ്പെട്ട സ്ത്രീകളാണ്. കാണുന്നതും തൊടുന്നതും ഒക്കെ അനുവദിക്കപ്പെട്ടതാണ്. അവരെ ഈ പറഞ്ഞതുപോലെ മരിച്ചതിന് ശേഷവും ഈ പറഞ്ഞ ചുംബിക്കലും തൊടലും ഒക്കെ ആവാം. ഇപ്പോ പരസ്പരം ഹസ്തദാനം ചെയ്യുന്ന ഒരു രീതി കൂടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയൊരു ബന്ധം ഉണ്ടായാൽ ആ ബന്ധത്തിന്റെ പേരിൽ നമ്മളെ ഹസ്തദാനം ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം പിന്നെ കെട്ടാൻ പാടില്ലാത്ത വിവാഹബന്ധം ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾ മാത്രമേ തൊടാൻ പറ്റുള്ളൂ. അതുപോലെ എളാമ മുത്തമ്മ, ബാപ്പാന്റെ പെങ്ങന്മാര്, അതുപോലെ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാര്, അങ്ങനത്തെ ആളുകൾ, ബാപ്പാന്റെ പെങ്ങന്മാര്, ഇങ്ങനെയുള്ള പോലെ തൊടാൻ പറ്റുള്ളൂ. എന്നാൽ അവരെ മാത്രമേ ഹസ്തദാനം ചെയ്യാൻ പറ്റൂ. അതേ സമയത്ത് എളാമാന്റെ മോള് എന്നൊരു പദവിയിലേക്ക് ഇറങ്ങിയ പെണ്ണാണെങ്കിലോ ആ പെണ്ണിനെ നമ്മൾ തൊടുന്നത് അനുവദനീയമല്ല. തൊട്ടാൽ ഒന്ന് മുറിയും. അങ്ങനത്തെ ആളുകളുമായിട്ട് നമ്മൾ ഹസ്തദാനം ചെയ്യാനും പാടില്ല. അവർ തമ്മിൽ പരസ്പരം മരിച്ചാലും ഇതേപോലെ തന്നെ ചുംബിക്കലും തൊടലും പാടില്ലാത്തതല്ല വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തമ്മിലുള്ള കുടുംബബന്ധങ്ങളും കൂട്ടുബന്ധങ്ങളും എല്ലാം സുദൃഢമായി അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ ഖൽബ് എല്ലാവരുടേതും അല്ലാഹു നന്നാക്കി തരട്ടെ. പരസ്പര സ്നേഹ ബഹുമാനങ്ങൾ നന്നായി പ്രകടിപ്പിക്കുന്ന മുത്തഖികളുടെ ഖൽബായി നമ്മുടെ ഖൽബിനെ അല്ലാഹു മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.